ഹലോ, ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ അതിന് കാരണം എന്തെന്ന് ഞാൻ പറയാം. 2 ദിവസമായി സംഭവം തുടങ്ങിയിട്ട്. 2 ദിവസമായി അതിനാണ് എൻ്റെ നീക്കം അല്ല ആയിരിക്കും അതെന്തെങ്കിലോട്ടെ. അപ്പം സംഭവം തുടങ്ങിയിട്ട് എനിക്ക് എന്ത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വാഴാവില്ല എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു തരിതര ഫീലിങ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആക്കത്തി. ഇങ്ങനെ ആക്കുമ്പോഴും നമ്മളിങ്ങനെ നാക്കൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ആ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരിതര എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. സംഭവം എനിക്ക് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഇങ്ങനെ കളഞ്ഞു വിട്ടിട്ട് രാത്രിയായിട്ട് മാറുമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഹസ്ബൻഡ് വന്നപ്പോൾ ചോദിച്ചു, ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനുണ്ട് അതുകൊണ്ടല്ലേ എൻ്റെ കൂടെ ഒരാളും കൂടെ കൂട്ടിന് കിട്ടിയല്ലോ, അതിലെനിക്ക് സന്തോഷമായി. അങ്ങനെ സംഭവം ഞങ്ങൾ രണ്ടും കൂടി ചിന്തിച്ചിട്ട് എന്താണ് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല. ആകെ നമ്മൾ വീട്ടിൽ വെച്ച മീൻ കറി, അങ്ങനെ ആകെ ഒരു ചൂര മീൻ കറിയാണ് സ്പെഷ്യലായിട്ട് കഴിക്കുന്നത്. സ്പെഷ്യലൊന്നും അല്ല അത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ ചിലപ്പോൾ ചൂര തന്നെ ആയിരിക്കും. ചൂട് ചിലവർക്ക് ചില സമയങ്ങളിൽ അത് ചൂര അലർജി ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ അത് താഴെ അമ്മയോട് ചോദിച്ച് അമ്മ പറഞ്ഞു ഏയ് എനിക്കില്ല. അപ്പോൾ അവിടുത്തെ ഇതും പോയി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മാത്രം തെറ്റി വല്ല സുഖമാണോ എന്ന് വരെ ചിന്തിച്ചത്. അതൊന്നും അറിയില്ല കേട്ടോ, എപ്പോഴും അറിയത്തില്ല. ഇരുന്ന് പറയുന്ന സമയത്തും ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ ഒരു സംശയം തോന്നി, ഇന്നലെ തൊട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് വരെ കരയുമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ മോൻ ഒരു തരത്തിൽ ആഹാരം കഴിക്കുന്നില്ല, ഒരു വാ പോലും വായിൽ വയ്ക്കുന്നത്. നേരത്തെ എങ്ങനെയൊക്കെ ഫുഡ് രാവിലെ എങ്കിലും ഒരു അപ്പമെങ്കിലും എങ്ങനെയെങ്കിലും അരമുറി അപ്പമെങ്കിലും കൊടുക്കുക. അതേപോലെ ഉച്ചയ്ക്ക് 2-3 വായെങ്കിലും ഫുഡ് കഴിപ്പിക്കായിരുന്നു. ഇത് ഇവരൊട്ടും ആഹാരം കഴിക്കുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ എനിക്ക് കഴിക്കാൻ വയ്യായിരുന്നു അവൻ കഴിക്കാത്തത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ എന്തായാലും ഹോസ്പിറ്റലിൽ അവനെ കാണിക്കണം, ഫുഡ് കഴിക്കാത്ത എന്താണെന്നൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നും അതേ അവസ്ഥ തന്നെയാണ്. ഇന്നും ഫുഡൊന്നും അവൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇന്ന് വിടില്ല, അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. നാളെ എന്തായാലും പോകണം. അങ്ങനെ എന്താണ് എന്നൊന്നും അറിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അറിയാൻ വേണ്ടി ആണ് നിങ്ങളുടെ ഇത് പറഞ്ഞത്. ചിലപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇത് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പം വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ്, എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ പറയാമെന്നാണ്.